കൗതുകകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നുണ്ട് ലക്കിടി പേരൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് പത്രിപ്പാലയിൽ. ആ കാഴ്ചയിലേക്ക് പോകാം. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിരവധി കൗതുകകരമായ വാർത്തകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. അത്തരത്തിൽ കൗതുകകരമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നുണ്ട് ലക്കിടി പേരൂർ പഞ്ചായത്തിലെ 7ാം വാർഡ് പത്രിപ്പാലയിൽ. ആ കാഴ്ച ആദ്യം കണ്ടുവരാം. കുട്ടികളിയല്ല തിരഞ്ഞെടുപ്പ് എങ്കിലും കുട്ടികൾക്കും വോട്ടഭ്യർത്ഥിക്കാം. പത്തിരിപ്പാല വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അഷറഫിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ മക്കൾ വാർഡിൽ പ്രചരണത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. LDFും UDFും മാറി മാറി ഭരിച്ചിട്ടും വികസനമെത്താത്തതിന്റെ പ്രതിഷേധത്തിലാണ് രാഷ്ട്രീയമില്ലാത്ത അഷറഫ് മത്സരത്തിനിറങ്ങുന്നത്. ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ച് ഞാൻ ഈ നാട്ടിൽ ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനവും നടന്നിട്ടില്ല. കാരണം ഇവിടെ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ വാർഡ് മെമ്പർ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. കാരണം ഇന്നേ വരെ ഒരു വികസന പ്രവർത്തനം ഇവിടെ നന്നായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിന് എതിരായിട്ടൊരു പ്രതിഷേധം ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അറിയിക്കുകയാണ്. സ്വതന്ത്രനായതുകൊണ്ട് തന്നെ കൂടെ പ്രചരണത്തിനിറങ്ങാൻ ആരുമില്ല. അതുകൊണ്ടാണ് മക്കൾ പ്രചരണ രംഗത്ത് ഇറങ്ങിയത് എന്നാണ് അഷറഫ് പറയുന്നത്. ഞാൻ മത്സരത്തിന് ഇറങ്ങുന്നത് എൻ്റെ കുടുംബമായിട്ടാണ്, എൻ്റെ കുട്ടികളുമായിട്ടാണ്. കാരണം എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ആളുകളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടികളെ കൊണ്ടാണ് ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുന്നതും വോട്ടിന് വേണ്ടി നാട്ടിൽ വോട്ടിന് വേണ്ടി അപേക്ഷിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയിലാണ് അഷറഫും കുട്ടി പ്രചരണക്കാരും. ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി എല്ലാ വീടുകളിലും ഞാൻ പോയി വോട്ട് അഭ്യർത്ഥിച്ചു. ഇവിടുത്തെ വോട്ടർമാരിൽ നിന്നും എനിക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണം ലഭിച്ചിട്ടുള്ളത്. അതെന്തായാലും വോട്ടായി മാറും. നല്ല വിജയപ്രതീക്ഷയുണ്ട്. എൻ്റെ മാമ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ചിഹ്നം കൊടയാണ്. നിങ്ങൾ വേണം ഞങ്ങളെ വോട്ട് ചെയ്യിപ്പിച്ച്. നിലവിൽ ഈ വാർഡിൽ 2 സ്വതന്ത്രരടക്കം 7 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 7ാം വാർഡ് പിടിക്കാനുള്ള 7 സ്ഥാനാർത്ഥികൾ.